രമേശ് ചെന്നിത്തലയുടെ വാക്ക്. സ്വാഭാവികമായി ആ സ്ഥാനത്തിന് തുടരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതൊരു സന്ദേശമാണ്. സ്ത്രീകളുടെ അന്തസ്സും ആഭിജാത്യവും മാന്യതയും ഉയർത്തിപ്പിടിക്കാൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായി ഞാൻ ഇതിനെ കാണുകയാണ്. യെസ്, രമേശ് ചെന്നിത്തലയാണ് പ്രതികരിക്കുന്നത്. നേരത്തെയും രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന നിലപാട് എടുത്തിട്ടുള്ളയാളാണ്. ഒരുപക്ഷെ അദ്ദേഹം പരസ്യമായി എടുത്തതിനേക്കാൾ അതിശക്തമായ നിലപാട് പാർട്ടി വേദികളിലും നേതാക്കളുമായും പങ്കുവെച്ച വ്യക്തിയാണ്. പക്ഷേ ആ തീരുമാനം നീട്ടിപ്പെട്ടു പോവുകയായിരുന്നു. ആരാണ് അതിന് പിന്നിൽ കളിച്ചത് എന്നതിന് കൂടി കോൺഗ്രസ് ഉത്തരവാദിത്തം പറയേണ്ടി വരും. എന്തായാലും രണ്ട് രീതിയിലാണ് പ്രശ്നം. ഒന്ന്, അവരുടെ MLA യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരു നേതാവ് ഇത്തരമൊരു കേസിൽ പെടുക. മറ്റൊരു അഴിമതി ആരോപണമല്ല, ലൈംഗിക അധിക്ഷേപം, ലൈംഗിക അതിക്രമം, ബലാത്സംഗം നടത്തിയെന്ന ആക്ഷേപമാണ് അദ്ദേഹം നേരിടുന്നത്. അതുകൊണ്ട് ആ പരാതിയിൽ അകപ്പെട്ട് പുറത്തു പോവേണ്ടി വരുന്നു എന്ന രാഷ്ട്രീയ പ്രതിസന്ധി ഒരു വശത്ത്. മറുവശത്ത് ഒരു MLA ഇങ്ങനെ പ്രതിസന്ധിയിലാവുമ്പോൾ ഉള്ള സാഹചര്യം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എല്ലാവരും കൈവിടുകയാണ്, എല്ലാവരും പരസ്യമായി നിലപാടെടുക്കുകയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ കൈകാര്യം ചെയ്ത രീതി, അതിൽ നിലപാടെടുക്കുന്ന രീതി തെറ്റായിപ്പോയി എന്ന് ഇനി കോൺഗ്രസിൽ നിന്നും പരസ്യ നിലപാടുകൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ ഇത്ര വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകണമായിരുന്നോ? നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഉചിതമായ നിലപാടെടുത്തുകൂടായിരുന്നോ എന്ന ചോദ്യം സ്വാഭാവികമല്ലേ ഉയർന്നു വരില്ലേ? 4-ാം തീയതിയാണ് ഈ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത്. 4-ാം തീയതിയാണ് ഈ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത്, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് ഈ പരാതി എത്തുന്നത് കഴിഞ്ഞ 27-ാം തീയതിയാണ്. 27-ാം തീയതി ഈ പരാതി എത്തുന്നതിന് പിന്നാലെ ഇങ്ങനെ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പത്മകുമാറിനെ ദ്വാരപാലക ശില്പത്തിന്റെ മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ കൂടി പ്രതി ചേർത്തിരുന്നു എന്ന കാര്യമായിരുന്നിരിക്കാം. അങ്ങനെ ഒരു അസുലഭമായ രാഷ്ട്രീയ സാഹചര്യം തങ്ങളുടെ ഭാഗത്തുള്ള ബോധപൂർവമായ വീഴ്ച കൊണ്ട് ഇല്ലാതാക്കിയത് കോൺഗ്രസിന്റെ ഗതികേടായി മാറിയെന്ന് വേണം. ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അവരുടെ വാക്കുകൾ. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി അതിനുശേഷം വീണ്ടും പരാതി വന്നപ്പോൾ ആ പരാതി നേരെ DGPക്ക് കൈമാറിയതും KPCC ആണ്. ഇന്നിപ്പോൾ വൈകിയെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇത് കൃത്യമായിട്ട് അതിൻ്റെതായ നടപടിക്രമങ്ങളിലൂടെ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റിയ KPCCയുടെ നടപടി എന്ന് പറയുന്നത് മറ്റു മാതൃകകൾ കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മിക്കണം. തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുന്നു.